ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ജോബ് ഹണ്ടറിന്റെ പുതിയൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് നമ്മുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട 3 IT പാർക്കുകളായ തിരുവനന്തപുരത്തുള്ള ടെക്നോ പാർക്ക്, അതേപോലെ കൊച്ചിയിലുള്ള ഇൻഫോ പാർക്ക്, കോഴിക്കോടുള്ള സൈബർ പാർക്ക്, ഇവിടെ പ്രവർത്തിച്ചു വരുന്ന വിവിധ കമ്പനികളിലെ ലേറ്റസ്റ്റ് വേക്കൻസീസുമായിട്ടാണ്. അതുകൂടാതെ ലുലു ഗ്രൂപ്പിൽ വേക്കൻസി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മെഡിക്കൽ കോഡേഴ്സിനൊക്കെ ആസ്ട്ര DM ഹെൽത്ത് കെയറിൽ ഒരുപാട് വേക്കൻസീസ് വന്നിട്ടുണ്ട്. ഈവൻ ഫ്രഷേഴ്സിന് പോലും അപേക്ഷിക്കാൻ പറ്റുന്ന നിരവധി ഒഴിവുകൾ വന്നിട്ടുണ്ട്. ഈ ടെക്നോ പാർക്കിലൊക്കെ ആണെങ്കിലും ഇൻഫോ പാർക്ക്, സൈബർ പാർക്ക് മുതലായ IT പാർക്കുകളിലും ഫ്രഷേഴ്സിനൊക്കെ ഈ അടുത്ത കാലത്തായിട്ട് ഒരുപാട് വേക്കൻസി വന്നിട്ടുണ്ട്. ഈ ഒരു വീഡിയോയിൽ തന്നെ നമുക്ക് ഒരുപാട് വേക്കൻസീസ് കാണാം ഫ്രഷേഴ്സിനായിട്ട്. സോ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മാക്സിമം ത്രൂ ഔട്ട് ഒന്ന് കണ്ടുപോകാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സോ നമുക്ക് അതിന്റെ ഡീറ്റെയിൽസിലേക്ക് കടക്കാം. അതിനു മുന്നേ എനിക്ക് നിങ്ങളോട് ഒരു റിക്വസ്റ്റ് ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി നിങ്ങൾ എൻ്റെ ഈ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ഇതുപോലുള്ള ലേറ്റസ്റ്റ് വേക്കൻസീസിനും റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻസിനെയും കുറിച്ച് പെട്ടെന്ന് അറിയാം ദയവായി നിങ്ങൾ ആ ഒരു ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ഒരു റിക്രൂട്ട്മെന്റ് കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കടക്കാം. ഏറ്റവും ആദ്യത്തെ റിക്രൂട്ട്മെന്റ് ഡീറ്റെയിൽസിലേക്ക് കടക്കാം. ഈ വേക്കൻസി വന്നിട്ടുള്ളത് തിരുവനന്തപുരത്തുള്ള ടെക്നോ പാർക്കിലെ അലയൻസ് എന്ന് പറയുന്ന മൾട്ടിനാഷണൽ കമ്പനിയിലാണ്. ഇതൊരു മികച്ച മൾട്ടിനാഷണൽ കമ്പനിയാണ്. ഇവിടെ ഈ ഒരു അസോസിയേറ്റ് കസ്റ്റമർ സർവീസ് പ്രോസസ്സിലേക്ക് ഒരുപാട് വേക്കൻസീസ് വന്നിട്ടുണ്ട്. കാരണം മറ്റുള്ള ഇന്റർനാഷണൽ ക്ലയൻസിനൊക്കെ സപ്പോർട്ട് കൊടുക്കുന്ന ഒരു ജോലിയാണ്. നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു MNC ജോലിയാണ് ഇതിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഒരു റിക്രൂട്ട്മെന്റ് ഡ്രൈവിലൂടെയാണ് ഇതിന്റെ സെലക്ഷൻ വരുന്നത്. തിരുവനന്തപുരത്ത് വെച്ച് തന്നെയാണ് വരുന്നത്. ഈ വരുന്ന 15-നാണ് ഇതിന്റെ സെലക്ഷൻ വരുന്നത്. ഡയറക്റ്റ് വാക്കിൻ ചെയ്യാതെ നിങ്ങൾ രജിസ്റ്റർ ചെയ്യണം. അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. പോസ്റ്റിന്റെ പേര് വരുന്നത് അസോസിയേറ്റ് ആണ്. കസ്റ്റമർ സർവീസ് ഇന്റർനാഷണൽ വോയിസ് പ്രോസസ്സിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. ഫ്രഷേഴ്സിന് നിങ്ങൾക്ക് ഇവിടെ കാണാം എക്സ്പീരിയൻസ് 0 to 5 years ആണ്. അതായത് ഫ്രഷേഴ്സിനും അതുപോലെ 5 വർഷമൊക്കെ കസ്റ്റമർ സർവീസ് മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ജോബിന്റെ ലൊക്കേഷൻ വരുന്നത് അലയൻസ് സർവീസസ്, അത് ടെക്നോ പാർക്കിലാണ്, തിരുവനന്തപുരത്താണ് വരുന്നത്. നല്ല ഇംഗ്ലീഷിൽ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വേണം. BPOയിലൊക്കെ മുന്നേ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അതൊരു ആഡഡ് അഡ്വാൻറ്റേജ് ആണെന്ന് പറയുന്നുണ്ട്. അതേപോലെ ഫ്ലെക്സിബിൾ ടു വർക്ക് ഇൻ ഏർലി മോർണിംഗ് ഷിഫ്റ്റ്, അതായത് ഇന്റർനാഷണൽ കസ്റ്റമേഴ്സിന് അല്ലെങ്കിൽ ഇന്റർനാഷണൽ ക്ലയൻസിനൊക്കെയാണ് നിങ്ങൾ ഇതിലൂടെ സപ്പോർട്ട് കൊടുക്കേണ്ടത്. സോ ഒരുപക്ഷെ നിങ്ങളുടെ ഷിഫ്റ്റ് കാര്യങ്ങളൊക്കെ റൊട്ടേഷനിലായിരിക്കും. അതുപോലെ ഇതിൽ അവർ എടുത്തു പറയുന്നുണ്ട് ഏർലി മോർണിംഗ് ഷിഫ്റ്റിൽ നിങ്ങൾ വർക്ക് ചെയ്യാൻ ഓക്കെ ആയിരിക്കണം എന്നൊക്കെ അവർ പറയുന്നുണ്ട്. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതാണ്: ദ ഇവന്റ് പാർട്ടിസിപ്പേഷൻ ഈസ് രജിസ്ട്രേഷൻ ബേസ്ഡ്, നോ വാക്കിൻസ് വിൽ ബി കൺസിഡർഡ്. അതായത് രജിസ്റ്റർ ചെയ്യാതെ ഡയറക്റ്റ് നിങ്ങൾ വാക്കിൻ ചെയ്ത് കാര്യമില്ല എന്നാണ് അവർ പറയുന്നത്. രജിസ്ട്രേഷൻ ആയിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഈ ഒരു QR കോഡ് സ്കാൻ ചെയ്യുക. ആ ഒരു രജിസ്ട്രേഷനിൽ നിങ്ങളുടെ സ്ലോട്ട് കാര്യങ്ങൾ സെലക്ട് ചെയ്തതിന് ശേഷം വേണം നിങ്ങൾ ഈ ഒരു പൊസിഷനിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു റിക്രൂട്ട്മെന്റ് ഡ്രൈവിൽ പങ്കെടുക്കാനായിട്ട്. ഈ ഒരു QR കോഡ് ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾക്ക് ഗൂഗിളിൽ സ്കാൻ ചെയ്ത് ഡയറക്റ്റ് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. സോ ഇതാണ് ടെക്നോ പാർക്കിൽ വന്നിട്ടുള്ള ആദ്യത്തെ വേക്കൻസി. അടുത്ത വേക്കൻസി വന്നിട്ടുള്ളത് നമ്മുടെ കോഴിക്കോട് സൈബർ പാർക്കിലുള്ള ഇൻഫിനിറ്റ് ഓപ്പൺ സോഴ്സ് സൊല്യൂഷൻസ് LLP എന്ന് പറയുന്ന കമ്പനിയിലാണ്. ഇവിടെ ബിസിനസ് ഡെവലപ്മെന്റ് എക്സിക്യൂട്ടീവിന്റെ വേക്കൻസീസ് ആണ് വന്നിട്ടുള്ളത്. നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ് അവർ ചോദിക്കുന്നത്. ആ ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല് കൊണ്ട് നിങ്ങൾക്ക് സെയിലിലേക്കുള്ള കൺവേർഷൻ വരുത്താൻ നിങ്ങൾ ക്വാളിഫൈഡ് ആണെങ്കിൽ, ആ ഒരു മേഖലയിൽ നിങ്ങൾക്കൊരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പൊസിഷനിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള CV, ഇവർ എക്സ്പീരിയൻസ് കാര്യങ്ങളൊന്നും എടുത്ത് ചോദിക്കുന്നില്ല. ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങളുടെ CV ഈ കാണുന്നവരുടെ ഒഫീഷ്യൽ ഇമെയിൽ IDയിലേക്ക് അയച്ചു കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. വർക്ക് ലൊക്കേഷൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഗവൺമെന്റ് സൈബർ പാർക്ക് കാലിക്കറ്റ് ആണ് വരുന്നത്. സോ ഇതാണ് ഗവൺമെന്റ് സൈബർ പാർക്കിലെ ആദ്യത്തെ വേക്കൻസി. അടുത്ത വേക്കൻസി വന്നിട്ടുള്ളത് നമ്മുടെ കൊച്ചി ഇൻഫോ പാർക്കിലെ HCIC ഗ്ലോബൽ എന്ന് പറയുന്ന കമ്പനിയിലാണ്. വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലായിട്ടാണ് വേക്കൻസീസ് വന്നിട്ടുള്ളത്. ഹെഡ് ഓഫ് സെയിൽസിന്റെ വേക്കൻസി ഉണ്ട്. അതിന് എക്സ്പീരിയൻസ് ആണ് ഈ ഒരു റൈറ്റ് സൈഡിൽ കൊടുത്തിട്ടുള്ളത്. ഹെഡ് ഓഫ് ഹോളിഡേയ്സിന്റെ വേക്കൻസി ഉണ്ട്. സെയിൽസ് കൺസൾട്ടന്റ് വേക്കൻസി ഉണ്ട്. ഫിനാൻസ് മാനേജർ, HRBP മാനേജർ, ട്രാവൽ സെയിൽസ് കൺസൾട്ടന്റ്, അതേപോലെ ഹെഡ് ഓഫ് HR ഡിപ്പാർട്ട്മെന്റ്, പ്രോജക്ട് മാനേജർ, ഓപ്പറേഷൻസ് കൺസൾട്ടന്റ്, ഹെഡ് ഓഫ് സെയിൽസ്, അങ്ങനെ വിവിധ തസ്തികയിലായിട്ട് ഒരുപാട് വേക്കൻസീസ് വന്നിട്ടുണ്ട്. കേവലം 1 to 2 year വരെയൊക്കെ എക്സ്പീരിയൻസ് ഉള്ള കാൻഡിഡേറ്റ്സിന് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഇതാണ് അവരുടെ ഒഫീഷ്യൽ ഇമെയിൽ ID വരുന്നത്. ഈ ഇമെയിൽ IDയിലേക്ക് നിങ്ങളുടെ CV അയച്ചു കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അടുത്ത വേക്കൻസി വന്നിട്ടുള്ളത് നമ്മുടെ കോഴിക്കോട് കിൻഫ്ര പാർക്കിലാണ്. അവിടെ സ്വീൻസ് എന്ന് പറയുന്ന കമ്പനിയിൽ റിസർച്ച് അനലിസ്റ്റിന് വേക്കൻസി വന്നിട്ടുണ്ട്. ഫ്രഷേഴ്സിനെ സംബന്ധിച്ച് നല്ലൊരു അവസരമാണ്. കാരണം ഫ്രഷ് ഗ്രാജുവേറ്റ്സിനെയാണ് അവർ നിലവിൽ ഹയർ ചെയ്യുന്നത്.
സീക്കിംഗ് കാൻഡിഡേറ്റ്സ് വിത്ത് ഔട്ട്സ്റ്റാൻഡിംഗ് വെർബൽ ആൻഡ് റിട്ടൺ കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്നത്. അതേപോലെ ഓപ്പൺനെസ് ടു വർക്ക് ഇൻ ഷിഫ്റ്റ് ആയിരിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. ക്വാളിഫിക്കേഷൻ എനി ബാച്ചിലേഴ്സ് ഡിഗ്രി, ഏതെങ്കിലും വിഷയത്തിൽ നിങ്ങൾക്ക് ഡിഗ്രി ഉണ്ടെങ്കിൽ ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഇമ്മീഡിയറ്റ് ജോയിനേഴ്സ് ഹു ആർ വില്ലിംഗ് ടു റീലൊക്കേറ്റ് നീഡ് ടു അപ്ലൈ. ഇമ്മീഡിയറ്റ് ജോയിനേഴ്സ് ആയിരിക്കണം. അത്യാവശ്യം നല്ല സാലറി പാക്കേജും കൊടുക്കുന്നുണ്ട്. 28,000 to 30,000 ആണ് ഫ്രഷേഴ്സിന് അവർ കൊടുക്കുന്ന സാലറി. ലാസ്റ്റ് ഡേറ്റ് വരുന്നത് 21/6/2024 വർക്ക് ലൊക്കേഷൻ ഇതാണ്, കിൻഫ്ര ഇൻഡസ്ട്രിയൽ ടെക്നോ പാർക്ക് കാക്കഞ്ചേരി. സോ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങളുടെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള CV ഈ കാണുന്ന ഇവരുടെ ഒഫീഷ്യൽ ഇമെയിൽ ID-യിലേക്ക് അയച്ചു കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. സോ ഫ്രഷേഴ്സിനൊക്കെ സംബന്ധിച്ച് നല്ലൊരു അവസരമാണ്. ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഈ റിസർച്ച് അനലിസ്റ്റ് എന്നൊരു പോസ്റ്റിൽ നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ മാക്സിമം പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കുക. അടുത്ത വേക്കൻസി വന്നിട്ടുള്ളത് കൊച്ചി ഇൻഫോ പാർക്കിലാണ്. കൊച്ചി ഇൻഫോ പാർക്കിലുള്ള iData Analytics എന്ന് പറയുന്ന കമ്പനിയിൽ ഇപ്പോൾ ബിസിനസ് ഡെവലപ്മെന്റ് എക്സിക്യൂട്ടീവ്, അതേപോലെ ടെക്നിക്കൽ ട്രെയിനർ, പ്ലേസ്മെന്റ് ഓഫീസർ വിഭാഗത്തിലൊക്കെ വേക്കൻസി വന്നിട്ടുണ്ട്. ഈ ഒരു മേഖലയിൽ റെലവെന്റ് എക്സ്പീരിയൻസ് ഒക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഈ കാണുന്ന ഇവരുടെ ഒഫീഷ്യൽ ഇമെയിൽ ID-യിലേക്ക് നിങ്ങളുടെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള CV അയച്ചു കൊടുക്കുക. അയച്ചു കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അടുത്ത വേക്കൻസി വന്നിട്ടുള്ളത് കൊച്ചി ഇൻഫോ പാർക്കിലാണ്. കൊച്ചി ഇൻഫോ പാർക്കിലുള്ള കോഡ്ലിങ്സ് എന്ന് പറയുന്ന കമ്പനിയിൽ റിയാക്ട് JS ഡെവലപ്പറിന്റെ വേക്കൻസി വന്നിട്ടുണ്ട്. 3 to 6 years ആണ് അവർ ചോദിക്കുന്ന എക്സ്പീരിയൻസ്. ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഇതാണ് അവരുടെ ഇമെയിൽ ID വരുന്നത്. നിങ്ങളുടെ CV അയച്ചു കൊടുക്കുക. അയച്ചു കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. വർക്ക് ലൊക്കേഷൻ വരുന്നത് ഇൻഫോ പാർക്ക് phase 2 കൊച്ചിയാണ്. സെയിം കമ്പനിയിൽ തന്നെ പൈത്തൺ ഡെവലപ്പറിന്റെയും വേക്കൻസി വന്നിട്ടുണ്ട്. 3 to 6 years ആണ് എക്സ്പീരിയൻസ് ചോദിക്കുന്നത്. അതുപോലെ സെയിം കമ്പനിയിൽ ബിസിനസ് ഡെവലപ്മെന്റ് എക്സിക്യൂട്ടീവിന്റെ വേക്കൻസി ഉണ്ട്. ഇത് ഫ്രഷേഴ്സിനെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പൊസിഷനാണ്. കോഡ്ലിങ്സ് എന്ന് പറയുന്ന കമ്പനിയിലാണ് വേക്കൻസി വന്നിട്ടുള്ളത്. 0 to 1 year വരെ എക്സ്പീരിയൻസ് ഉള്ള കാൻഡിഡേറ്റ്സിനൊക്കെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഇതാണ് അവരുടെ ഒഫീഷ്യൽ ഇമെയിൽ ID വരുന്നത്. നിങ്ങളുടെ CV അയച്ചു കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു ബിസിനസ് ഡെവലപ്മെന്റ് എക്സിക്യൂട്ടീവിന്റെ ഒരു നോൺ IT മേഖലയിലുള്ള ഒരു ജോലിയാണ്, സെയിൽസിൽ വരുന്ന ഒരു ജോലിയാണ്. ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് നല്ലൊരു അവസരമാണ്. ഫ്രഷേഴ്സിനൊക്കെ സംബന്ധിച്ച് നല്ലൊരു അവസരമാണ്. നിങ്ങളുടെ CV അയച്ചു കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അടുത്ത വേക്കൻസി വന്നിട്ടുള്ളത് ലുലു ഗ്രൂപ്പിലാണ്. ലുലു ഗ്രൂപ്പിൽ ഇപ്പോൾ ഡിജിറ്റൽ ആൻഡ് സോഷ്യൽ മീഡിയ പ്രൊഫഷണൽസിനെ അവർ ഹയർ ചെയ്യുന്നുണ്ട്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, UAE-യിലാണ് ഈ ഒരു വേക്കൻസി വന്നിട്ടുള്ളത്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ഫോർ UAE. 3 to 5 years അവർ എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട്. വി ആർ ഇൻ സെർച്ച് ഓഫ് ടോപ്പ് നോച്ച് ഡിജിറ്റൽ ആൻഡ് സോഷ്യൽ മീഡിയ പ്രൊഫഷണൽസ് വിത്ത് 3 to 5 years ഓഫ് എക്സ്പെർട്ടൈസ് ആണ് അവർ ചോദിക്കുന്നത്. ഫ്രം വർക്കിംഗ് വിത്ത് വെൽ നോൺ ഏജൻസീസ് ഓർ ഓർഗനൈസേഷൻസ്. ആ ഒരു സമാന മേഖലയിൽ നിങ്ങൾക്കൊരു 3-5 വർഷത്തൊക്കെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്ലൈ ചെയ്യാൻ ലാസ്റ്റ് ഡേറ്റ് വരുന്നുണ്ട് 15 June ആണ് ലാസ്റ്റ് ഡേറ്റ് വരുന്നത്. ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ അവരുടെ ഒഫീഷ്യൽ ഇമെയിൽ ID വരുന്നത് ഇതാണ്. ഈ ഒരു ഇമെയിൽ ID-യിലേക്ക് നിങ്ങളുടെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും ഇൻക്ലൂഡഡ് ആയിട്ടുള്ള CV അയച്ചു കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അടുത്ത വേക്കൻസി വന്നിട്ടുള്ളത് മെഡിക്കൽ കോഡേഴ്സിനാണ്. മെഡിക്കൽ കോഡിംഗ് ഒക്കെ പഠിച്ചു കഴിഞ്ഞ ഒരുപാട് കാൻഡിഡേറ്റ്സ് ഇപ്പോൾ നമുക്ക് നടുവിലുണ്ട്. സോ അവരെ സംബന്ധിച്ച് ഫ്രഷേഴ്സിനൊക്കെ സംബന്ധിച്ച് നല്ലൊരു അവസരമാണ്. ആസ്റ്റർ DM ഹെൽത്ത് കെയറിൽ ഇപ്പോൾ നല്ലൊരു വേക്കൻസി വന്നിട്ടുണ്ട്. മെഡിക്കൽ കോഡേഴ്സിനാണ് ഒരുപാട് വേക്കൻസീസ് വന്നിട്ടുള്ളത്. അവരുടെ ബാംഗ്ലൂർ ഓഫീസിലാണ് ഈ ഒരു വേക്കൻസി വന്നിട്ടുള്ളത്. വർക്ക് ഫ്രം ഓഫീസാണ് മോഡ് വരുന്നത്. എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ആയിട്ട് അവർ ചോദിക്കുന്നത് ബാച്ചിലേഴ്സ് ഡിഗ്രി ആണത്. ലൈഫ് സയൻസിലോ അല്ലെങ്കിൽ ഹെൽത്ത് സയൻസിലോ ഒക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ് എന്ന് അവർ പറയുന്നുണ്ട്. പിന്നെ എക്സ്പീരിയൻസ് വേണമെന്നൊന്നും അവർ നിർബന്ധം പറയുന്നില്ല. ഫ്രഷേഴ്സ് അതല്ലെങ്കിൽ 1+ year ഒക്കെ എക്സ്പീരിയൻസ് ഉള്ള കാൻഡിഡേറ്റ്സിന് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. CPC സർട്ടിഫിക്കേഷൻ വേണം, അത് മസ്റ്റ് ആണെന്ന് അവർ പറയുന്നുണ്ട്. സോ ഒരു റിക്രൂട്ട്മെന്റ് ഡ്രൈവിലൂടെയാണ് ഇതിന്റെ ഹയറിംഗ് വരുന്നത്. റിക്രൂട്ട്മെന്റ് ഡ്രൈവിന് പങ്കെടുക്കാനായിട്ട് നിങ്ങൾ ഈ ഒരു QR കോഡ് സ്കാൻ ചെയ്തതിന് ശേഷം അപ്ലൈ ചെയ്യുക. ഈ ഒരു QR കോഡ് സ്കാൻ ചെയ്യാൻ വളരെ സിമ്പിൾ ആണ്. നിങ്ങൾ ജസ്റ്റ് ഇതൊന്ന് സ്ക്രീൻഷോട്ട് ചെയ്യുക. അതിനുശേഷം ഗൂഗിളിൽ ഈ ഒരു ഇമേജ് വെച്ച് സ്കാൻ ചെയ്താൽ നിങ്ങൾക്ക് അതിന്റെ രജിസ്ട്രേഷൻ ലിങ്ക് കാര്യങ്ങൾ ലഭിക്കുന്നതായിരിക്കും. അതുകൂടാതെ നിങ്ങളുടെ CV അയച്ചു കൊടുത്തുകൊണ്ടും നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതാണ് അവരുടെ ഒഫീഷ്യൽ ഇമെയിൽ IDs വരുന്നത്. ഈ ഒരു ഇമെയിൽ ID-യിലേക്ക് നിങ്ങളുടെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള CV അയച്ചു കൊടുത്തുകൊണ്ടും നിങ്ങൾക്ക് ഈ ഒരു പൊസിഷനിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. സോ നല്ലൊരു അവസരമാണ്. മെഡിക്കൽ കോഡിംഗ് ഒക്കെ കഴിഞ്ഞ കാൻഡിഡേറ്റ്സിലേക്ക് ദയവായി നിങ്ങളൊരു വീഡിയോ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു വേക്കൻസികളും നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സോ ഇത്രയും വേക്കൻസീസ് ആണ് നിലവിൽ വിവിധ കമ്പനികളിലായിട്ട് റിപ്പോർട്ട് ചെയ്തു വന്നിട്ടുള്ളത്. സോ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങൾ മാക്സിമം പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കുക. സോ ഈ ഒരു ഇൻഫർമേഷൻ, ഈ ഒരു വേക്കൻസി അത് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു.